ഹായ് ഓൾ, എൻ്റെ പേര് നജീമത്തുൽ മുനവ്വറ. ഞാൻ ഈ ജനുവരി 8 സൗദിയിലേക്കുള്ള SPL എക്സാം എഴുതി. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് താങ്ക്സ് ടു ഓൾ സപ്പോർട്ടീവ്സ് ഇൻക്ലൂഡിങ് മൈ ഫാമിലി ആൻഡ് മിഡ്വെഞ്ചർ ടീം. മിഡ്വെഞ്ചർ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു മിഡ്വെഞ്ചർ ടീം. കാരണം ഡോക്ടർ ആൻഡ്രൂ സാറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഒരു രക്ഷയുമില്ല, അടിപൊളി ക്ലാസ് ആയിരുന്നു. ഏത് മനസ്സിലാവാത്ത സ്റ്റുഡൻസിനും ഈസി ആയിട്ട് കേച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. പിന്നെ എൻ്റെ പേഴ്സണൽ മെൻറ്റർ ജെലിൻ മാം ആയിരുന്നു. മാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാനായാലും കാൽക്കുലേഷൻസ് സോൾവ് ചെയ്ത് പറഞ്ഞു തരാനായാലും. പിന്നെ മെൻ്റലി ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതിയൊരു സ്റ്റുഡൻ്റാണ്. അപ്പം മെൻ്റലി റിലാക്സ് ചെയ്തിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സർ. പിന്നെ എൻ്റെ വേ ഓഫ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ സാറ് റെക്കോർഡഡ് ക്ലാസ്സസ് വിത്ത് മെറ്റീരിയൽ വൺസ് കേട്ടു. എന്നിട്ട് ഞാൻ സാറ് ഇമ്പോർട്ടൻ്റ് എക്സാം പോയിൻ്റ് പറഞ്ഞതും പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയതും ഒരു ലെക്ചർ നോട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ടേനി. എന്നിട്ട് പിന്നെ ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുന്നതിന് ശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഒരു 2 to 3 times ഒക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിനി. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാൽക്കുലേഷൻ, സൗദിയിലേക്ക് കാൽക്കുലേഷൻ ഒരുപാട് വരും എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേഷൻ ഒരുപാട് തവണ സോൾവ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലത്തെയും ഫയലത്തെയും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം വാസ് വെരി ഈസി അൽഹംദുലില്ലാ. 2 പാർട്ടായിട്ടായിരുന്നു എക്സാം. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഏകദേശം നോൺ ഫാർമക്കോളജി കൂടുതലുണ്ട്. ബട്ട് ഫാർമക്കോളജി എന്ന് വന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്ലാസിഫിക്കേഷനാണ് കൂടുതൽ, ഡയറക്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ചോദിച്ചത്. ഫസ്റ്റ് പാർട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം 50 minutes എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോന്ന് നോക്കാൻ പറ്റി. സെക്കൻഡ് പാർട്ടിൻ്റെ കേസിലായാലും അതിൽ ലെങ്തി കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മളെ മെറ്റീരിയലിൽ സോൾവ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതിലും ഏകദേശം 30 minutes എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു പാസ്സാവും എന്നുള്ള. എന്തായാലും പാസ്സായി. ഇനി എക്സാം എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഡേറ്റ് എടുക്കാൻ ടെൻഷൻ അടിച്ചിട്ട് ഡേറ്റ് എടുക്കാതിരിക്കരുത്. വേഗം പഠിച്ചിട്ട് ഡേറ്റ് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ ടെൻഷൻ അടിച്ച് ഡേറ്റ് എടുക്കാൻ വൈകും തോറും അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ വേഗം ഡേറ്റ് എടുക്കുക, വേഗം എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഫ്രണ്ട്സ്.